അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ എറണാകുളം ജില്ലാ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് മെട്രോ ട്രെയിനിലേക്ക് പോകുന്ന യാത്രയിലാണ്. നമുക്കൊരു ഓട്ടോറിക്ഷ കിട്ടി. ഞങ്ങളപ്പോൾ ഒരു ഓട്ടോറിക്ഷ കയറിയിട്ട് നമ്മൾ ഗ്രൗണ്ട് മെട്രോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബസ്സിൻ്റെ ഇടയിലുള്ള ആ ചേട്ടൻ വണ്ടി കാണുമ്പോൾ ഭയങ്കര സാഹസികമായിട്ടൊരു യാത്രയായിട്ട് തോന്നുന്നത്. ഇത്ര ഗ്യാപ്പൊക്കെ ഉള്ളൂ. മുട്ടിയിലാന്ന് തോന്നുന്ന ലെവലിലാണ് പുള്ളി വണ്ടി ഓടിച്ചിട്ട് പോയത്. അപ്പോൾ നമ്മൾ മെട്രോൻ്റെ മഹാരാജാസ് മെട്രോ സ്റ്റേഷനിലാണ് ഞങ്ങൾ പോയി ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങിയ ഉടനെ തന്നെ ഞങ്ങൾ ടിക്കറ്റ് പോയത് എന്തോ 30 രൂപയാണ് ആയത്. എവിടെ പോയിട്ട് ടിക്കറ്റൊക്കെ എത്ര രൂപ കൊണ്ട് കൂട്ടാം? ടിക്കറ്റൊക്കെ 30 രൂപയാണ്. അത്ര ആ 30 4 ടിക്കറ്റ് എടുത്തു. ഉണ്ണിക്കോട്ട് അവിടെ ഞങ്ങൾ നോക്കുന്നുണ്ടല്ലേ? എന്ത് നോക്കാം ഇവിടെ? അപ്പോൾ ഉണ്ണിക്കോട്ടിന് അവിടെ എൻട്രൻസ് കയറി. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ചെക്ക് ഇൻ ചെയ്ത് ബാഗെല്ലാം എടുത്തു. അപ്പോൾ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്കാൻ ചെയ്തു. ഉണ്ണിക്കോട്ടിന് ആദ്യമാകത്ത് പോയി. അതുകൊണ്ട് ഉണ്ണിമോള് എൻ്റെ സ്കാൻ ചെയ്തപ്പോൾ ഇതൊക്കെ കേടായിപ്പോയി. ഞാൻ തള്ളിക്കറി പോയി. പിന്നെ അതാ സൂര്യയും വരും. നമ്മൾ സ്റ്റെപ്പെല്ലാം കയറിയിട്ട് മുകളിലിട്ട് പോയി അല്ലേ? സെക്കൻഡ് ഫ്ലോറിലാണ്. പ്ലാറ്റ്ഫോം നമ്പർ 2 വൈറ്റിലേക്കുള്ള ട്രെയിൻ വരുന്നത്. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. ഏകദേശം ദുബായിലെ പോലെ തന്നെ അല്ലേ? സെറ്റപ്പല്ലേ അല്ലേ അങ്ങോട്ട്? അപ്പോൾ നമ്മൾ എന്താ പറയുക, എസ്റ്റേറ്റിൽ കയറി മുകളിലിട്ട് പോയി. അങ്ങനെ ഉള്ളിൽ അങ്ങനെ അല്ലേ? അങ്ങനെ നടക്കാണ്ട്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ട്രെയിൻ വന്നു. അപ്പോൾ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് ഇടയ്ക്ക് പെട്ടെന്ന് എടുക്കാം. 750 വോൾട്ട് DC ആണ് കണ്ടു വരുന്നത്. ട്രെയിൻ വോൾട്ട് DC ആണ് അതിൽ വരുന്നത്. ചെണ്ടവട്ട സൗണ്ട്. അതെ, ട്രെയിനിൻ്റെ അകത്ത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെണ്ടവട മ്യൂസിക് അല്ലേ? നല്ല രസമല്ലേ? പിന്നെ അപ്പുറം അങ്ങനെയുണ്ട് സൈഡൊക്കെ ആൾക്കാരെല്ലാം നടന്നു പോകുന്നല്ലേ? സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് ബാക്കിലേക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എറണാകുളം ജംഗ്ഷൻ, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ താഴെ കാണുന്നത്. മുകളിൽ കൂടെ നമ്മൾ മെട്രോ പോകും. ബാക്ക്ഗ്രൗണ്ട് നല്ല വ്യൂ അല്ലേ? പനമ്പള്ളി നമ്മൾ അപ്പോൾ അടുത്ത നമുക്ക് ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ട്. നാഷണൽ ഹൈവേ പോകും. അപ്പോൾ ഒരു ട്രെയിൻ ചെന്ന് നിന്നപ്പോൾ തന്നെ ആ ട്രെയിൻ എടുത്തിട്ട് പോകും. നല്ല ഭംഗിയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ട്രെയിനിൻ്റെ ട്രാവൽ എക്സ്പീരിയൻസ്? നമ്മളിതാ പനമ്പള്ളി അത് കഴിഞ്ഞ് അത് പോകുന്നല്ലേ? നല്ല വൃത്തിയല്ലേ? ദുബായിലെ ഫുഡ് തന്നെ നല്ല വൃത്തിയുണ്ട്, നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. അടുത്ത സ്റ്റേഷൻ ഏതാ? അടുത്ത സ്റ്റേഷൻ പറഞ്ഞതാണ്. ഞങ്ങളവിടെ നിന്ന് പതിയെ തന്നെ നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അടിപൊളി ബാക്ക്ഗ്രൗണ്ട്, നല്ല പച്ചപ്പുണ്ട് അല്ലേ? വൈറ്റില ഓർബിച്ച് ഇതേതറിയാമോ? ഇത് വൈറ്റില ഓർബിച്ചാണ് താഴെ കാണുന്നത്. അപ്പോൾ അതിന് മേലേക്കിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്റ്റേഷൻ ഏതാ? വൈറ്റില ഹബ്ബ് കാണാൻ പറ്റും. അങ്ങനെ റൗണ്ടിലേക്ക് റൗണ്ട് വലിക്കണ്ട, ആർച്ച് വലിക്കുന്നത് അതാണ് വൈറ്റില ബസ് സ്റ്റേഷൻ. അപ്പോൾ ലോകത്തിൽ തന്നെ അപൂർവങ്ങളാണ് മെട്രോ സ്റ്റേഷൻ്റെ സ്റ്റേഷനും വാട്ടർ മെട്രോയും ബസ് സ്റ്റേഷനൊക്കെ ഒരുമിച്ച് ഒരു പോയിന്റിൽ വരുന്നത്. എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസിലാണ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ ട്രെയിൻ യാത്ര. ഇനി നമ്മൾ വാട്ടർ മെട്രോയിലേക്ക് പോകുന്നൊരു വീഡിയോ വരുന്നത്. ഞങ്ങൾ കണ്ടത് നമ്മൾ ഇറങ്ങുമ്പോഴേക്കും ആൾക്കാർ ഫുള്ള് വട്ടം നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ആൾക്കാർ കയറി വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഇറങ്ങി വരുന്നവർക്കൊരു മുൻഗണന കൊടുത്തുകൊണ്ട് സൈഡിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി വരുന്നു. ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ തന്നെ ബസ്സൊക്കെ പോകുന്നില്ല ഞങ്ങൾക്ക്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി വാക്കബിൾ ഡിസ്റ്റൻസാണ് വാട്ടർ മെട്രോയിലേക്കുള്ള യാത്ര. അപ്പോൾ ഞങ്ങൾ വാട്ടർ മെട്രോയിലേക്ക് നമുക്ക് നടന്നിറങ്ങി പോകാനുള്ളൂ. അതാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി വാട്ടർ മെട്രോ ജെട്ടി, ബോട്ട് ജെട്ടി. ഇതാണ് ഇങ്ങനെയൊക്കെ എടുത്തു വൈറ്റില ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ്. അപ്പോൾ കൊച്ചി മെട്രോ സ്റ്റേഷനും ബസ് സ്റ്റേഷനും കൊച്ചി വാട്ടർ മെട്രോയും ഒരുമിച്ചാണ്. 3 കൂടി നമുക്ക് ഒരുമിച്ച് കിട്ടും. ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ഇപ്പോൾ ലോകത്തിൽ തന്നെ ബസ് സ്റ്റേഷനും വാട്ടർ മെട്രോയും മെട്രോ ട്രെയിൻ ഒരുമിച്ച് വരുന്ന ഒരു പോയിൻ്റാണ് വൈറ്റില കേട്ടോ.
ലോകത്തിൽ തന്നെ ഉണ്ടല്ലോ അപൂർവമാണ് ഇങ്ങനെ വാട്ടർ മെട്രോവും ബസ് സ്റ്റേഷനും ഒരുമിച്ചെല്ലാം വരുന്നത്. അങ്ങനെ ഒരു സാധനമാണത്. വേണ്ട കൊച്ചി വാട്ടർ മെട്രോ. അപ്പോൾ വാട്ടർ മെട്രോയിൽ കൂടെയുള്ള യാത്രയുടെ വീഡിയോ നമ്മൾ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും.